കേരളത്തിൻ്റെ ആരോഗ്യരംഗം മറ്റൊരു ചുവടുവെപ്പാണ് ഇന്ന് നടത്തുന്നത്. വെൽനസ് എന്ന ആശയത്തിൽ ഊന്നിയുള്ള ആരോഗ്യം, ആനന്ദം, വൈ ഫോർ വെൽനസ് എന്ന ക്യാമ്പയിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെയുള്ള ബൃഹത്തായ ഇടപെടലാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ നാളായി നാം നടത്തിവരുന്ന ജീവിതശൈലി രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് താൻ. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ട 4 മിഷനുകളിൽ ഒന്നായിരുന്നു ആർദ്രം മിഷൻ. അതിൻ്റെ ഭാഗമായി ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാനും ചികിത്സ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് 2 ഘട്ടങ്ങളിലായി ശൈലി വാർഷിക ആരോഗ്യ സർവേ നടപ്പാക്കിയിരുന്നു. 30 വയസ്സിലധികം പ്രായമുള്ള എല്ലാ വ്യക്തികളെയും വർഷത്തിൽ ഒരിക്കലെങ്കിലും സർവേ ചെയ്യാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2 ഘട്ടങ്ങളിലായി 80% സർവേ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. രോഗസാധ്യതയുള്ളവരെ കണ്ടെത്തി പരിശോധനകൾ നടത്തി ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. അതിനു പുറമെയാണ് 2025 ഫെബ്രുവരി 4 ആരംഭിച്ച് 2 ഘട്ടങ്ങളിലായി ആരോഗ്യം, ആനന്ദം, അകറ്റാം അർബുദം എന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായി 20 ലക്ഷത്തിലധികം പേരെ സ്ക്രീൻ ചെയ്തു. പരിശോധന, ബോധവൽക്കരണം, പുകയില നിയന്ത്രണം, പുകയിലരഹിത വിദ്യാലയങ്ങൾ ഇവയെല്ലാം അതോടൊപ്പം നടപ്പാക്കി. അത്തരം ഇടപെടലുകളുടെ തുടർച്ചയാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന വൈബ് ഫോർ വെൽനസ് പ്രോഗ്രാം. ഇവിടെ നേരത്തെ ആരോഗ്യമന്ത്രി പ്രസ്താവിച്ചതുപോലെ 4 പ്രത്യേക വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നിയാണ് ഈ പ്രോഗ്രാം നടപ്പാക്കുന്നത്. 1. ആരോഗ്യകരമായ ഭക്ഷണം. 2. മതിയായ വ്യായാമം. 3. കൃത്യമായ ഉറക്കം. 4. ആരോഗ്യ പരിപാലനം. ഇത്തരത്തിലുള്ള ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ ഭൂരിഭാഗം ആളുകളും തിരഞ്ഞെടുക്കുന്ന ദിനം കൂടിയാണ് പുതുവത്സര ദിനം. അപ്പോൾ ഇന്നു മുതൽ ഞാൻ വർക്കൗട്ട് ചെയ്യാനും ആരോഗ്യം പരിപാലിക്കാനും ഒക്കെ തുടങ്ങുമെന്ന് പറഞ്ഞ് ഒരുപാട് പേർ ന്യൂ ഇയർ റെസൊല്യൂഷൻ കൈക്കൊള്ളുന്ന ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നമുക്കും ഇങ്ങനെയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കാം. ഇതിനു മുന്നോടിയായി റോഡ് ഷോ, ജില്ലാതല ബോധവൽക്കരണ പരിപാടികൾ, ഗ്രാമതല ക്യാമ്പയിനുകളെല്ലാം സംഘടിപ്പിച്ചിരുന്നു. ഇനി പദ്ധതി വിജയകരമായി നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. ജനപ്രതിനിധികൾ, തദ്ദേശ പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകണം.